The population of a town is as follows. ഓരോ ഇയറിലെയും പോപ്പുലേഷൻ വന്നിട്ടുണ്ട്. ഇയർ 1941 to 1991 പോപ്പുലേഷൻ ഇൻ ലാക്ക്. ഇതൊരു ടേബിൾ ആയിട്ടാണ് ഡാറ്റ ഉള്ളത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഡാറ്റ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് ആസ് ഫോളോസ്. ജസ്റ്റ് ഡ്രോ ദ ടേബിൾ. Then estimate the population increase during 1946 to 1976. 1946 to 1976 എത്ര ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എത്ര ചേഞ്ച് ഉണ്ടായി നിങ്ങളുണ്ടായി. 1946 1941 1951 വരും, ഇവിടെ വരും. നെക്സ്റ്റ് 1976 ലാസ്റ്റോട്ട് വരും, ഇവിടെ വരും. ഈ രണ്ട് കേസാണ് വരിക. അപ്പോൾ ടു ഫൈൻഡ് ദ പോപ്പുലേഷൻ ഇൻ ദ ഇയർ 1946 we can use Newton's forward difference formula, and to find that of 1976 we can use backward difference formula. Okay, for that first construct difference table. X or year. ഇവിടെ നമുക്ക് x ആയിട്ട് എഴുതാൻ കേട്ടോ. നമുക്ക് x f of x ആണ്, പോപ്പുലേഷൻ ഇയർ ഒന്നല്ല. x f of x താഴെ എഴുതുക, ഡിഫറൻസ് ടേബിളും വരയ്ക്കുക. 1941 1951 1961 1971 1981 1991 corresponding population ആണെന്ത് f of x 20 24 29 36 46 51. Now 24 minus 20 is 4. 29 minus 24 5. Next 7. Next 10. 46 minus 36 10 ആണല്ലോ. 51 മൈനസ് നിങ്ങൾ എഴുതുമ്പോൾ ഈ 36ൻ്റെ 46ൻ്റെ സെൻട്രലോട്ട് വരുന്ന രീതിയിൽ എഴുതുക. ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് മാറിയേക്കാം. 51 മൈനസ് 46 5. ഓക്കെ. നെക്സ്റ്റ് ഇതാണ്. ഇവിടെ ഒന്നും എഴുതണ്ട, ഡെല്ലും ഡെൽറ്റയും ഒന്നും എഴുതണ്ട, കാരണം നമുക്ക് രണ്ടിനും കൂടി ഒരു ടേബിൾ ആണല്ലോ, രണ്ടും കാണാനുണ്ടല്ലോ ഇവിടെ. നെക്സ്റ്റ് എന്താ ഈ ഡിഫറൻസ് ചെയ്ത് 5 മൈനസ് 4 1 7 മൈനസ് 5 2 3 5 മൈനസ് 10 മൈനസ് 5 ആണ്. മാറിപ്പോവരുത്. 10 മൈനസ് 5 5 എഴുതത്. താഴത്തെ 5 മൈനസ് 10 ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് 2 minus 1 1 3 minus 2 1 minus 5 minus 3 minus 8 will. And last one 1 minus 1 0 minus 8 minus 1 minus 9, and last one minus 9 minus 0 minus 9 itself. അപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയൊക്കെ നമ്മൾ ഏത് വാല്യൂസ് ആണ് യൂസ് ചെയ്തത്? എക്സിൻ്റെ ഇനീഷ്യൽ വാല്യൂൻ്റെ y0 മുതൽ ഇനീഷ്യൽ വാല്യൂ തൊട്ട് ഈ അപ്പർ പാർട്ടിലെ വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇതെന്താണ്? y0 ആണ്. ഇത് ഡെൽറ്റ y0 ആണ് അല്ലേ? ഇത് ഡെൽറ്റ സ്ക്വയർ y0. ദിസ് ഈസ് ഡെൽറ്റ ക്യൂബ് y0. ദിസ് ഈസ് ഡെൽറ്റ റേസ് ടു 4 y0. This is delta raised to 5 y0. ഇത്രയും വാല്യൂസ് ആണ്. ഇനി എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ടു ദീസ് വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ എഴുതിയത്. അത് ലെങ്ത് nth ടേം എന്ന് എഴുതേണ്ട. ഇതാണ് നിങ്ങളുടെ യൂസ് ചെയ്യുന്ന വാല്യൂസ്. ഡിഫറൻസ് ടേബിൾ ഫോർമുല പഠിക്കുക. എന്താ വരിക? f of x equal to y0 plus p delta y0 plus p into p minus 1 by 2 factorial delta square y0 plus p into p minus 1 into p minus 2 by 3 factorial delta cube y0 plus p into p minus 1 into p minus 2 into p minus 3 p minus 3 by 4 factorial into delta raised to 4 y0, and last one ഇവിടെ delta raised to 5 വരെയാണല്ലോ ഉള്ളത്. p into p minus 1 into p minus 2 into p minus 3
into p minus 4 by 5 factorial into delta raised to 5 y naught. ഇനി ഇതിലെ ഓരോ വാല്യൂസും കാണാം. y naught delta y1 വാല്യൂസ് ഒക്കെ. നെക്സ്റ്റ് വേണ്ടത് p ആണ്. p is actually x minus x naught by h. x naught is initial value of x, which is 1941, and x is 1946 in this case. അതായത് നമ്മൾ കാണാൻ പോകുന്നത് അൺനോൺ വാല്യൂ, നമുക്ക് അറിയാത്തതാണ് എന്ത് എക്സ്. അപ്പൊ 1946 ബാക്ക്വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ് 1976 ആയിരിക്കും. മൈനസ് 1941 ഡിവൈഡഡ് ബൈ എച്ച് മീൻസ് ഡിഫറൻസ് ഓഫ് എക്സ്. ഈ 1941ഉം 1951 ഈ ഡിഫറൻസ് ഈക്വൽ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞില്ലേ? ആ ഡിഫറൻസ് എത്രയാ? 10 ആണ്. അപ്പോൾ 5/10 0.5. ഇനി 5/10 കിട്ടിക്കഴിഞ്ഞാൽ പി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നോട്ടിന്റെ റൈറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഏതൊക്കെ വേണം? പി അല്ലല്ലോ, പി മാത്രമല്ലല്ലോ ആവശ്യം, പി ആവശ്യമുണ്ട്. പി ഈസ് 0.5, പി മൈനസ് 1, പി മൈനസ് 2, പി മൈനസ് 3 ആൻഡ് പി മൈനസ് 4. ഇത് എഴുതി വെക്കുക. എന്നിട്ട് ഇക്വേഷനിൽ ഡയറക്റ്റ്, കാരണം താഴെ അത് എഴുതുമ്പോൾ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. 0.5 മൈനസ് 1 മൈനസ് 0.5 മൈനസ് 1.5 അല്ലേ? 0.5 മൈനസ് 2 മൈനസ് 2.5 മൈനസ് 3.5 ഇങ്ങനെ വാല്യൂസ് വരും. അപ്പോൾ വൈ നോട്ടായി ഡെൽറ്റ വൈ നോട്ടായി ഡെൽറ്റ സ്ക്വയർ ഡെൽറ്റ ക്യൂബ് ഡെൽറ്റ റൈസ് ടു 4 ഡെൽറ്റ റൈസ് ടു 5 വൈ നോട്ട്. അത് ടേബിളിൽ നിന്നായി എല്ലാ വാല്യൂസും. പിയുടെ വാല്യൂ ആയി പി മൈനസ് 1 തന്നെയാണ്. ഇനി എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, population in the year 1946 is എന്താണത്? f of 1946 ആണ്. f of xന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 1946 കൊടുത്തു. വാല്യൂസ് കൊടുത്തു തുടങ്ങാം. വൈ നോട്ട് ആ ടേബിളിൽ നോക്കൂ. എത്രയാണ് വൈ നോട്ട്? നമ്മൾ ആദ്യം എഴുതി വെച്ചത് 20 ആണ്. 20 പ്ലസ് p delta y naught. p is 0.5 delta y naught 4 plus p into p minus 1 by 2 factorial into delta square y naught, that is 1. ഇനി delta cube, ഇവിടെ ഒരു ഭാഗ്യം ഉണ്ട്. എന്താ? delta raised to 4 y naught എന്നുള്ളത് ഈ ഒരു വാല്യൂ 0 ആണ്. അപ്പൊ കംപ്ലീറ്റ് ടേം എന്താവും? 0 ആവും. അതൊന്നും ഓർക്കും. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിന്നെ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. സോ ഡെൽറ്റ ഏത് എഴുതിയപ്പോൾ പി ഇൻറ്റു പി മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്. ഇനി ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. അത് 0.5 ഇൻറ്റു മൈനസ് 0.5 ഇൻറ്റു മൈനസ് 1.5 ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു അഗെയിൻ 1. അടുത്ത ടേം 0 ആണ്. അതിനടുത്ത ടേം പി ഇൻറ്റു p minus 1 into p minus 2 into p minus 3 into p minus 4 minus another divided by 5 factorial into minus 9. വാല്യൂ കാണുമോ? നിങ്ങൾ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു അറൌണ്ട് 21-22 ആണ്. ഇൻ ബിറ്റ്വീൻ 21 and 22 ആണെന്ന് തോന്നുന്നു ആൻസർ. ആ വാല്യൂ കാണും. സിമ്പിൾ ആണല്ലോ. ഇനി അതേപോലെ എന്ത് കാണണം? 1976 കാണണം. 1976 കാണാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വി ഹാവ് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. അപ്പൊ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല അറിയാം. ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1976 ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് വാല്യൂ എന്നുള്ള രീതിയിൽ 1991 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷെ 1976 ഓൾമോസ്റ്റ് ഇൻ ബിറ്റ്വീൻ ഇവിടെയാണല്ലോ വരിക. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അതിനുശേഷം വരുന്നത് 1981 ആണ്. അതിനെ നമുക്ക് ലാസ്റ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി 1991 തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ 1976ഉം ലാസ്റ്റ് വാല്യൂ 1981 ആവുമ്പോൾ കിട്ടുന്ന R വാല്യൂ ആയിരിക്കില്ല 1991 യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന R വാല്യൂ.
അപ്പോൾ എന്താ കറസ്പോണ്ടിങ്ങിൽ r+1 ഒക്കെ മാറും, പക്ഷെ ഫൈനൽ ആൻസർ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ അപ്രോക്സിമേറ്റഡ് വാല്യൂ ആയതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ, 21.9 ആണെങ്കിൽ 21.92 അങ്ങനെയുള്ള വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവൂ. ചിലപ്പോൾ കറക്റ്റ് തന്നെ ആയിരിക്കും ആൻസർ. അപ്പോൾ നമ്മൾ ഈ കേസിൽ എന്ത് ചെയ്യും, 1976 ഇതായതുകൊണ്ട് ലാസ്റ്റ് വാല്യൂ ഇതാ x4 ആണിത്, ഇത് y4, ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽ വാല്യൂസ് എടുക്കും. അപ്പോൾ വരക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ ഒരു വാല്യൂ ഈ ലാസ്റ്റ് അത് വെച്ച് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ. ഈ y5 വെച്ചിട്ടുള്ള വാല്യൂസ് ഒന്ന് ട്രൈ ചെയ്താൽ മതി, ഓൾമോസ്റ്റ് സെയിം തന്നെ കിട്ടും. അപ്പോൾ ഇത് ഫസ്റ്റ് yn ആണിത് അല്ലേ, yn ആണ് ഈ ലാസ്റ്റ് വാല്യൂ, yn, ദിസ് ഇസ് yn, ഇത് ഡെൽ yn, അത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്താണ്. ഇത് ഡെൽ സ്ക്വയർ yn, ഇത് ഡെൽ ക്യൂബ് yn, ഇത് ഡെൽ റൈസ് ടു 4 yn. അപ്പോൾ ഡെൽ റൈസ് ടു 4 yn കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂട്ടൺസ് ഡിഫറൻസ് ഫോർമുല എഴുതുക. ഇതാണ് വരിക, ഡെൽ റൈസ് ടു 4 yn. ഇനി എന്തൊക്കെ വേണം, ആറിന്റെ വാല്യൂ ആവശ്യമുണ്ട്. വട്ട് ഇസ് r? r ഈക്വൽ ടു x മൈനസ് xn ബൈ h. x മീൻസ് 1976, അതാണ് അൺനോൺ, നമുക്ക് അറിയാത്ത പോപ്പുലേഷൻ, അറിയാത്ത ഇയർ ആണ് x. 1976 മൈനസ് 1981 ഡിവൈഡ് ബൈ 5. എഗെയിൻ എന്താ വരിക, സോറി 5 അല്ല, ബൈ 10. h എന്ന് പറഞ്ഞാൽ 10 അല്ലേ, 10. അപ്പോൾ 76 5 വരും, മൈനസ് 5 ബൈ 10 മൈനസ് 0.5 വരും. 6 മൈനസ് 0.5 നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക. ഇങ്ങനെ റൈറ്റ് സൈഡിൽ എഴുതുക. 6 മൈനസ് 0.5 ആണ്. ഇവിടെ r മൈനസ് 1 അല്ല, r+1 0.5 ആണ്. r+2 1.5, r+3 2.5. Now substitute population in the year. അതാണല്ലോ കാണേണ്ടത്, population in the year in 1976, that is equal to f of 1976, that is equal to yn. yn എത്രയായിരുന്നു, 46 പ്ലസ് r ഇൻറ്റു മൈനസ് 0.5 ഇൻറ്റു ഡെൽ yn, 10 വരും അല്ലേ, 10 അല്ലേ വരുന്നത്, ഡെൽ yn 10 പ്ലസ് r ഇൻറ്റു r+1 by 2 factorial into 3 plus r into r+1 into r+3 by 3 factorial into r+3, sorry, r+2 ആണല്ലേ, r+2 into r+2 by 3 factorial into del cube 1 plus r into r+1 into r+2 into r+3 by 4 factorial into del raised to 4yn, which is 0. അപ്പോൾ കുറച്ച് ഈസിയാണ്. വാല്യൂ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആൻസർ 40.56 കിട്ടും, 40.56 കിട്ടും. നേരത്തത് 21.69 ഓർ 22 പോയിന്റ് സംതിങ് ആണ്, ബിറ്റ്വീൻ. ഞാൻ കറക്റ്റ് നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇത് 40.56. നിങ്ങൾ ഇത്രയും ചെയ്യുക, അതിനുശേഷം ആ ഒരു ലൈൻ ആ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, ആ വാല്യൂ നേരത്തത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഇൻക്രീസ് തന്നെയാണോ നോക്കുക, ഇൻക്രീസ്, അത് ഇൻക്രീസ് തന്നെയാണ്. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഈക്വൽ ടു 40.56 മൈനസ് 21.69 ആണ് ഡിഫറൻസ് വാല്യൂ. അങ്ങനെ വരും. ഇത്രയും ചെയ്യാണ്.